നിന്റെ ജീവിതത്തിലെ ഈ ഒരു നിമിഷം, ഈ ബ്രീത്ത് എടുക്കുന്ന ഈ ഒരു സമയം എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് നിനക്കറിയാമോ? നീ എന്തുകൊണ്ടാണ് ഇവിടെ വന്നതെന്ന് നിനക്കറിയാമോ? ഒരു കാര്യം ഞാൻ പറയാം. നീ ഇവിടെ വന്നത് വെറുതെ വാണ്ടർ ചെയ്യാൻ, ഒഴുകി നടക്കാനല്ല. നിന്റെ ഉള്ളിൽ ഒരു തീയുണ്ട്, ഒരു ശക്തി, ഒരു ലക്ഷ്യം. അത് കത്തിക്കാൻ കാത്തിരിക്കുന്നു. പക്ഷേ ആ തീ തനിയെ ജ്വലിക്കില്ല. നിന്റെ കയ്യിൽ, നിന്റെ ഹൃദയത്തിൽ, നിന്റെ തീരുമാനങ്ങളിലാണ് അതിൻ്റെ തിരി. അത് കത്തിക്കുന്നുള്ള സമയമാണിപ്പോൾ. നിന്റെ ജീവിതം ഒരു അവർ ഗ്ലാസ് പോലെയാണ്. ഓരോ നിമിഷവും മണൽത്തരികൾ ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും, ഒരിക്കലും തിരിച്ചെടുക്കാനാകാത്ത വിധം. നീ എത്ര നാൾ കാത്തിരിക്കും? നാളെ ഞാൻ തുടങ്ങാം. ഇപ്പോൾ ശരിയല്ല, ഇപ്പോൾ ഞാൻ റെഡിയല്ല. ഇതൊക്കെ നീ എത്ര നാൾ പറഞ്ഞ് സ്വയം വഞ്ചിക്കും? ഞാൻ നിന്നോട് പറയാം, ഒരു പെർഫെക്റ്റ് സമയം, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നിമിഷം അത് ഒരിക്കലും വരില്ല. കാരണം യഥാർത്ഥ നിമിഷം, യഥാർത്ഥ അവസരം ഇതാണ്. ഈ ശ്വാസം, ഈ ഹൃദയമിടിപ്പ്, ഈ സമയം ഇപ്പോൾ ചെയ്യൂ. അത് വെറും ഒരു വാചകമല്ല, അത് നിന്റെ ആത്മാവിനുള്ള ഒരു ആഹ്വാനമാണ്. നിന്റെ സ്വപ്നങ്ങൾ പൊടി പിടിച്ച് കിടക്കുന്ന ആ മൂലയിൽ നിന്ന് നീ എഴുന്നേൽക്ക്. നിന്റെ ഭയങ്ങൾ, നിന്റെ സംശയങ്ങൾ, നിന്റെ പക്ഷേകൾ അതെല്ലാം തകർത്തെറി. നിന്റെ ലക്ഷ്യങ്ങൾ മരിച്ചിട്ടില്ല, അവ നിന്റെ തീരുമാനത്തിനായി കാത്തിരിക്കുന്നു. ഒരു ചുവട്, ഒരു പ്രവൃത്തി, ഒരു ഞാൻ ചെയ്യും എന്ന തീരുമാനം, അതാണ് എല്ലാം മാറ്റിമറിക്കും. നിനക്ക് കഴിയും. ആ നിമിഷം നിന്റെ ജീവിതം മാറുന്നു. എന്തുകൊണ്ട്? കാരണം നീ എഴുന്നേറ്റു, നീ തുടങ്ങി. ഓരോ ചുവടും, ഓരോ വിയർപ്പുതുള്ളിയും, ഓരോ തടസ്സവും നിന്റെ ആ മികച്ച പതിപ്പിനടുത്തേക്ക് നിന്നെ നയിക്കുന്നു. മറ്റുള്ളവർ ആരാധനയോടെ നോക്കുന്ന ധൈര്യത്തിൻ്റെയും പ്രവൃത്തിയുടെയും പ്രതീകമാകുന്ന നീ എഴുന്നേൽക്കടാ. നിന്റെ പരാജയങ്ങളുടെ ശബ്ദത്തിന് മുകളിൽ ഉയർന്നു നിൽക്ക്. നിന്റെ സുഖലോലുപതയ്ക്ക് മുകളിൽ ഉയർന്നു നിൽക്ക്. ഈ കംഫർട്ട് സോണൊക്കെ എപ്പോഴാണ് ഉണ്ടായത്? നിന്നെ പിന്നോട്ടടിക്കുന്ന എല്ലാത്തിനും മുകളിൽ നിന്നും നീ ഉയർന്നു നിൽക്ക്. റൈസ് മാൻ. നിന്റെ ഉള്ളിലുള്ള ആ ശക്തി നീ ഉണർത്ത്. നിന്റെ ജീവിതം ഒരു സാധാരണ കഥയല്ല, അതൊരു ഇതിഹാസമാക്കണം. നിന്റെ കൈകളാണ് ആ കഥ എഴുതേണ്ടത്. ഓരോ തീരുമാനങ്ങളിലൂടെയും, ഓരോ നിമിഷങ്ങളിലൂടെയും നിന്റെ സമയം വിലമതിക്കാനാകാത്തതാണ്. ഓരോ നിമിഷവും ഓരോ അവസരങ്ങളാണ്. ഓരോ ശ്വാസവും ഓരോ സെക്കൻഡുകൾ, ഓരോ ക്ഷണങ്ങളാണ്. പിന്നെ എന്തിനാണ് നീ വൈകുന്നത്? ഒരു പൊട്ടനെ പോലെ ഇരുന്ന് ജീവിതം നിന്റെ വിരലുകൾക്കിടയിലൂടെ ഒലിച്ചു പോകാൻ അനുവദിക്കുക. അതോ ഇങ്ങനെ മറ്റുള്ളവരുടെ ഓരോരോ കാര്യങ്ങൾ പറയുന്നത് കേട്ട് അതിനനുസരിച്ച് നീ ഒഴുകി മാറിപ്പോകും? അതോ ഈ സോഷ്യൽ മീഡിയയിലും സ്ക്രോൾ ചെയ്ത് പോകാനായിട്ടുള്ളതാണോ നിന്റെ ജീവിതം? ഇന്ന് ഈ നിമിഷം ഒരു തീരുമാനമെടുക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കുക. അത് ചെറുതായാലും അത് നിന്റെ സ്റ്റെപ്പാണ്. നിന്റെ കൈകളിലുള്ളത് എന്താണോ അത് വെച്ച് തുടങ്ങും. നിന്റെ ലക്ഷ്യത്തിൻ്റെ മുകളിൽ എത്തുന്നത് വരെ, നിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം യാഥാർത്ഥ്യമാകുന്നത് വരെ ഒരിക്കലും നിർത്തരുത്. ഒരു പൊട്ടനായിരിക്കാതെ ഇപ്പൊ തുടങ്ങ്. എഴുന്നേൽക്ക്. റൈസ് മാൻ. നിന്റെ പരാജയവും നിന്റെ പരിശ്രമവും ഒന്നും കാണാനല്ല ഈ ലോകം കാത്തിരിക്കുന്നത്, നിന്നിലെ വിജയിയെ കാണാനാണ്. എഴുന്നേൽക്ക്. കാണിച്ചു കൊടുക്ക് ലോകത്തിന് നീ ആരാണെന്ന്. തുടങ്ങാൻ നീ റെഡിയാണെങ്കിൽ എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എല്ലാത്തിനും ഞാൻ വഴി കാട്ടാം.